ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു വീഡിയോ പറഞ്ഞാൽ നമ്മുടെ മൊയ്സിന്റെ ബർത്ത്ഡേ ആണ്. പറയാറില്ല, എൻ്റെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പം അതിന് ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീടിന് ആരും പോകുന്നില്ല, വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയൊരു പരിപാടിയാണ്. അപ്പം ഞാൻ എപ്പോഴും മാത്രമേ പോകുന്നത്. എപ്പം 2 മണിക്കൂറില്ല, എപ്പം പോയി തുടർന്ന് വരില്ല. ഇല്ല അപ്പൊ ഗൈസ്, നമ്മുടെ ആമിനി ഉണ്ട് കേട്ടോ കൂടെ. അപ്പൊ ഷോപ്പിൽ എന്റെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മളിവിടെ വൈസിന്റെയും ഫറാദിന്റെയും വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കാണ്. ഫറാദ് ബലൂണൊക്കെ ഏറെ ഫില്ലിന് തിരക്കിലാണ്. അപ്പോൾ ആമിന ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഖ്ദൂമും അതുപോലെ തന്നെ നമ്മൾ അവരെല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. മഖ്ദൂം ഇങ്ങനെ നോക്കുന്നുണ്ട്, ഗിഫ്റ്റ് കണ്ടിട്ടാണ് നോക്കുന്നത്. മഖ്ദൂമിന് നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്നതിനാ നോക്കി നമ്മുടെ അടുത്ത് വരാൻ ഭയങ്കര ഷൈ ആയി കേട്ടോ. അടുക്കാൻ ഒരു കുറച്ച് ടൈം എടുക്കും. റെഡി ആയിക്കാനെ ഫുള്ള് ഓക്കെയാണ്. അതാ നമ്മളെ ബർത്ത്ഡേ പോയിട്ടുണ്ട് കേട്ടോ. ഫാത്തിമാൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ബർത്ത്ഡേ പോയി എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക, എൻ്റെ കൈമേൽ കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ തട്ടിയിട്ടുണ്ട്. നാളെ ഹാപ്പിയാണ് മാഷാറ വോയിസ് ഓന്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ തന്നെ ഫറാദും എന്താ പറയുക, ഫറാദിൻ്റെ വൈഫിൻ്റെ അനിയത്തി മുപ്പിയും കൂടി ആയിരുന്നു സെറ്റാക്കുന്നത്. ബലൂണൊക്കെ ഒരു അയറെ ഫില്ലായിട്ടുള്ള കെട്ടി തൂക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അവര് നമ്മൾ വന്നേരം അവർ ഭയങ്കര തിരക്കിലാണ്. നീ എന്നാ കൊടുത്ത അത് കൊടുത്ത പുതിയ കുപ്പായിൻ്റെ ഇത് നല്ല രസമുണ്ടല്ലോ. എന്റെ ചങ്ങായി ഇതാ എസ് ഇതാ. ഭയങ്കര പരിപാടിയാണല്ലേ. അത് ഹാപ്പി ബർത്ത്ഡേ നജ. വേമാ മുത്തപ്പന്റെ മുത്തുവ. എന്താ ആര് എന്ത് നീ കണ്ണനാ? എന്താ എനിക്കറിയോ കൊണ്ടന്നെ മുത്ത കൊണ്ടെന്നത് എന്ത് അറിയില്ല. എന്തായിരിക്കും നോക്കാം. ഭയങ്കര നാളാട്ടാ, ഭയങ്കര ശൈയാണ്. ഉപ്പാപ്പ മോനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടാ. മോനെ മൊയ്സിനാണെങ്കിൽ ഉപ്പാപ്പന്റെ കണ്ണട ഭയങ്കര. ഉപ്പാപ്പന്റെ കണ്ണട ഇട്ടാൽ അപ്പാട് എനിക്കത് ധരിക്കണം. അപ്പൊ നമ്മളെ ബർത്ത്ഡേ കേക്കിന്റെ കട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഫറാദും മുസിക്ക് നാളെ സെറ്റാക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മളെ മൈസൂർ പാക്കും അതുപോലെ തന്നെ ലഡുവും കേക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് കട്ടിങ് ആണ് കേട്ടോ. ഓക്കെ, അസ എന്ത് പാവമായിട്ടാണ് നിൽക്കുന്നത്. അയ്യോ, എങ്ങനെ ഉണ്ടായി എസ്യാ. ഇവിടെ വന്ന് നോക്കുമ്പോ പച്ച പാവം. ഉപ്പ എന്താ പറയാ, മക്കളെ ഇരുന്നിട്ട് മക്കളെ കളിപ്പിക്കലാണ് കേട്ടോ. മാഷാഅള്ളാ. അപ്പൊ പിള്ളമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരക്കാൻ വേണ്ടി ഗിഫ്റ്റെല്ലാം എടുത്തിട്ട് കൈമ ഓൾറെഡി പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ കൈമിലും ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ മൊയ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് എല്ലാവരും. എന്താ പറയാ, അത് എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. മഖ്ദൂമ് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓനെ മാത്രം ഫോക്കസ് ചെയ്ത് ഓന്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കളി കാണാൻ നല്ല രസം. നമ്മളെ കേക്ക് കട്ടിങ്ങിന്റെ ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ കൈമിലും നേരത്തെ പറഞ്ഞ പോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും തിരക്കാണ്. കേക്ക് കട്ടിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോകുന്നു.
ഹായ് ഗേസ്